നമസ്കാരം കുടുംബവിളക്ക് പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ സുമിത്ര രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. രഞ്ജിതയുടെ വീട്ടിൽ വന്നതിന് പല ഉദ്ദേശമുണ്ട്. രഞ്ജിതയുടെ ഭർത്താവും കൂടി സുമിത്രനെ ഓരോ ജോലികളൊക്കെ ചെയ്യാൻ ഇങ്ങനെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. പക്ഷെ സുമിത്ര ഉരുളയ്ക്ക് ഉപ്പേരിയായിട്ട് ചിരിച്ചുകൊണ്ട് തന്നെ മറുപടി കൊടുക്കുകയാണ്. പിന്നെ സൂപ്പ് ഉണ്ടാക്കാൻ പറയുമ്പോൾ അത് ഭാര്യയോട് പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് മെനു ഒക്കെ എഴുതി കൊടുക്കുന്നത്, അതൊക്കെ ലിസ്റ്റൊക്കെ ഇങ്ങനെ കീറിക്കളഞ്ഞ് സുമിത്ര നല്ല രസകരമായിട്ടാണ് രഞ്ജിതയുടെ വീട്ടിൽ കഴിഞ്ഞു പോകുന്നത്. പക്ഷേ സരസ്വതി അമ്മ കാണിക്കുന്നത് ഉടായിപ്പാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. കാരണം കാലൊടിഞ്ഞ് കിടക്കുന്നെന്ന് പറഞ്ഞ സരസ്വതി അമ്മ വാഷ്റൂമിൽ പോയി തന്നെ കയറി വരുന്നതാണ് സുമിത്ര കാണുന്നത്. അപ്പോൾ സുമിത്ര കണ്ട പാടെ തന്നെ അയ്യോ എനിക്ക് വേദന, കാല് വേദന, ഭയങ്കര അഭിനയം, ഒരേ അഭിനയമായിരുന്നു. അപ്പോൾ ഈ അഭിനയമെല്ലാം കണ്ടിട്ട് വരുന്ന സുമിത്ര അയ്യോ അമ്മ എന്തിനാ കയറണ്ടായിരുന്നല്ലോ, ഞാൻ കൊണ്ടുവരായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് കൊണ്ടുപോകണുണ്ട്. അതായത് സരസ്വതി അമ്മ അഭിനയിച്ചതാണോ എന്നൊരു സംശയം. സരസ്വതി അമ്മയ്ക്ക് ഇപ്പോൾ പകയാണ്. കാരണം ആ വീട്ടിൽ സരസ്വതി അമ്മയ്ക്ക് നിൽക്കണം, അപ്പോൾ രഞ്ജിതേനെയും ഭർത്താവിനെയൊക്കെ ഒരു വട്ടം ചുറ്റിക്കണം എന്നൊക്കെ ഉള്ള ഒരു പകയാണ്. അപ്പോൾ സുമിത്ര ഇതെല്ലാം മുൻകൂട്ടി കണ്ട് മുൻപിൽ തനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടാനുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു അവസരമായിട്ട് സുമിത്ര എടുത്തിരിക്കുകയാണ്. അതിനിടയിലാണ് അനിരുദ്ധിന് കണ്ടെന്ന് ഉറപ്പിക്കാൻ വേണ്ടി പൂജയെ അമ്പലത്തിലെ CCTV ക്യാമറ നിരീക്ഷിക്കാൻ വേണ്ടി വിടുന്നത്. നിർഭാഗ്യവശാൽ പൂജയ്ക്കൊപ്പം കൂടുന്നത് പങ്കജാണ്. അതുകൊണ്ട് തന്നെ പങ്കജ് നേരത്തെ ഇത് പൊളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് പൂജയ്ക്കൊപ്പം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയ്ക്ക് രഞ്ജിത പങ്കജിനെ വിളിച്ചിട്ട് നീ എന്താ അവിടെ കറങ്ങിയിട്ട് നിൽക്കുവാണോ പൂജയ്ക്കൊപ്പം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ കഥയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ നീങ്ങുകയാണ്. എന്തായാലും ദീപു ഇവിടെ ആകെ പരവേശത്തിലാണ്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ദീപു നിൽക്കാൻ പറ്റാതെ വെള്ളത്തിലാവാൻ പോണ അവസ്ഥയാണ്. കാരണം അനിരുദ്ധിനെ കണ്ടെത്തി കഴിഞ്ഞാൽ അത് പകുതിയാവും. അതുമാത്രമല്ല ഇപ്പം പങ്കജിന് പുതിയ വാക്ക് കൊടുത്ത് കുറേ പൈസ മേടിച്ചു. അതുകൊണ്ട് അപ്പൂനെയും പൂജേനെയും തമ്മിൽ പിരിക്കണം. അപ്പോൾ അതിനുള്ള കളികളൊക്കെ ദീപവും തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറേ നാൾ നമുക്കൊരു കള്ളമൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനുള്ള ഒരു ഏറ്റവും വലിയ എക്സാമ്പിളാണ് ദീപു ഇപ്പോൾ ഓട്ടം തുടങ്ങിയിട്ടുണ്ട്. ഇത്ര നാളും പറഞ്ഞു കൂട്ടിയ കള്ളങ്ങൾ എങ്ങനെ പിടിച്ചു നിർത്തണം എന്ന് പറഞ്ഞിട്ടുള്ള ഓട്ടാണ്. എന്തായാലും അനിരുദ്ധും അനന്യ ഒരു തീരുമാനം എടുത്തു. ഇനി സ്വരമോൾക്കൊപ്പം രണ്ടുപേരും തമ്മിൽ വേർപിടിയില്ല. ഇനി സ്വരമോൾക്കൊപ്പം താമസിക്കാൻ പോവുകയാണ്. അപ്പോൾ അനിരുദ്ധിൻ്റെ നാട്ടിൽ തന്നെ ഒരു വീട് വാങ്ങി അവിടെ താമസിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എന്തായാലും എത്രയൊക്കെ ശ്രമിച്ചാലും അനിരുദ്ധും സുമിത്രയും തമ്മിൽ കണ്ടുമുട്ടും എന്നുള്ള ഒരു കാര്യത്തിൽ ഉറപ്പായി. നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ പ്രൊമോയിൽ കണ്ടതാണ് സിദ്ധു വരുന്നത്. ഈ ആഴ്ചത്തെ പ്രൊമോയിൽ കണ്ടതാണ് സിദ്ധു വരുന്നത്. ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ഉടനെ തന്നെ സിദ്ധാർത്ഥിൻ്റെ വരവ് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ കുടുംബവിളക്ക് വളരെ നല്ല മുഹൂർത്തങ്ങളിലൂടെയാണ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.